ലൈവിൽ സ്പോൺസർ ടാസ്ക് നടക്കുകയാണ്. ഭയങ്കരമായ വഴക്കാണ് ടാസ്കിനിടയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് പറഞ്ഞിട്ട് സംസാരങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഷാനവാസും ലക്ഷ്മിയും കൂടിയുള്ള സംസാരമാണ് കയർത്തുകൊണ്ടിരിക്കുന്നത്. ലക്ഷ്മി പറഞ്ഞത് ഭയങ്കര മോശമാണ് നിങ്ങൾ ഈ കാണിക്കുന്നത്. അപ്പോൾ ഷാനവാസ് പറയുന്നത് വന്ന അന്ന് പോലും നിന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ്, നിനക്ക് എന്തെങ്കിലും പുരുഷവിരോധം ഉണ്ടെങ്കിൽ അത് പുറത്ത് പോയി കാണിച്ചാൽ മതി, എൻ്റെ അടുത്ത് നീ കാണിക്കണ്ട. ബിന്നി നിന്ന സ്ഥലത്തോട്ട് ഞാൻ ഇങ്ങോട്ട് വന്നതാണ്, അല്ലാതെ അപ്പം ലക്ഷ്മി പറയാണ് റെഡ് ലൈനിലാണ് നിൽക്കുന്നത് ഇപ്പം തന്നെ. ഞാൻ എവിടെയെങ്കിലും നിന്നോട്, നീ നിൻ്റെ പണി നോക്ക്, എവിടെയെങ്കിലും നിൽക്കാൻ നീ എന്തിനാ എൻ്റെ പുറകെ നടക്കുന്നത്? നിനക്ക് എന്തെങ്കിലും പുരുഷ വിരോധം ഉണ്ടെങ്കിൽ നീ വേറെ പോയി പറ, എൻ്റെ അടുത്ത് കാണിക്കല്ലേ. നിന്നെ ഇവിടെ ആരെങ്കിലും ഡ്യൂട്ടി ഏൽപ്പിച്ചോ? നീ ആരാ ഇവിടെ സംസാരിക്കാൻ? നീ എന്തിനാ ഇങ്ങനെ ഓരോന്ന് പറയുന്നത്? നീ നിൻ്റെ കാര്യം നോക്കടോ. നീ വന്ന അന്ന് മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നേ, നിനക്ക് എന്ത് പ്രശ്നം? ഞാൻ എവിടെയെങ്കിലും നിന്നോളാം, നീ നിൻ്റെ പണി നോക്ക്. അന്നേരം ലക്ഷ്മി വീണ്ടും പറയാണ് നിങ്ങൾ കറക്റ്റായിട്ട് നിൽക്കണം, നിങ്ങൾ കറക്റ്റായിട്ട് എന്തുകൊണ്ടാണ് ചെയ്യാത്തത്, പറഞ്ഞാൽ മനസ്സിലാവത്തില്ലേ നിങ്ങളോട്? വളരെ മോശമായിട്ടാണ് പെരുമാറുന്നതെന്ന് ലക്ഷ്മി പറയുന്നുണ്ട്. അപ്പം ഷാനവാസ് വീണ്ടും പറയണം ഞങ്ങൾ എവിടെ നിൽക്കണമെന്ന് ഇനിയൊന്നും ബിഗ് ബോസ് ഏൽപ്പിച്ചിട്ടില്ല, നീ ആവശ്യമില്ലാത്തതിനൊന്നും കയറി അഭിപ്രായം പറയേണ്ട ആവശ്യമില്ല, വളരെ മോശമാണ് നിൻ്റെ സ്വഭാവം വന്ന അന്ന് മുതലേന്ന് പറയുന്നുണ്ട് ഷാനവാസ് ഒനിലും ആരൊക്കെ ഔട്ടായെന്ന് പറയണമെന്ന് ബിഗ് ബോസിൻ്റെ അനൗൺസ് ഉണ്ടായിരുന്നു. അപ്പോൾ ജിസേൽ ഔട്ടായെന്ന് ഒനിൽ പറഞ്ഞപ്പോഴത്തേന് ജിസേൽ ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കിയാണ്. ജിസേൽ UK ഔട്ടായെന്ന് ബിന്നി പറഞ്ഞതേ ഉള്ളൂ. അപ്പം ജിസേൽ പറയാം നീ പോടി, നിന്നോട് ആരെങ്കിലും ചോദിച്ചോടി എന്നൊക്കെ ചോദിച്ചിട്ട് ജിസേൽ സംസാരിക്കുകയാണ്. ബിന്നിയാണ് ഒനിലിൻ്റെ ഷാനവാസിൻ്റെ എൻ്റെ സ്പേസിലേക്ക് വന്നതെന്ന് ജിസേൽ പറയുന്നുണ്ട്. അങ്ങനെ ആദ്യ റൗണ്ടിൽ ഒനിലിൻ്റെ സൈഡിൽ നിന്ന് ജിസേൽ ഔട്ടായി, ഷാനവാസിൻ്റെ സൈഡിൽ നിന്ന് ആദിലെ ഔട്ടായിട്ടുണ്ട്.